കാർലോസ് എസ്പിക്ക് നന്ദി. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ബേണബ്യൂവിൽ ഉയരേണ്ടിയിരുന്നത് ആഘോഷങ്ങളല്ല, മറിച്ച് മൗറീഞ്ഞോയുടെ രണ്ടാം വരവിനെ പോലും ചോദ്യം ചെയ്തേനെ. അതുവരെ റയൽ അനുഭവിച്ച സർവ്വ ശ്വാസം മുട്ടലുകളെയും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എസ്പി മായ്ച്ചു കളഞ്ഞു. റയലിന് എവേ വിജയത്തോടെ സീസൺ തുടക്കം. മൗറീഞ്ഞോയുടെ ലാലിഗയിലേക്കുള്ള രണ്ടാം വരവിന് വിജയത്തോടെ തുടക്കം. ഒപ്പം കാർലോസ് എസ്പിക്ക് സ്വപ്ന സമാനമായ ഒരു ലോസ് ബ്ലാങ്കോസ് അരങ്ങേറ്റവും. റയലിൻ്റെ ആദ്യ മത്സരം നമ്മോട് പറയുന്നത് എന്താണ്? 4-3-2-1 എന്ന ക്രിസ്മസ് ട്രീ ഫോർമേഷനിലാണ് റയൽ പന്തു തട്ടിയത്. വലക്കാത്തത് തിബോ കോട്ടോയിസ് തന്നെ. പ്രതിരോധത്തിൽ പുതിയ സൈനികങ്ങളായ ഡെൻസൽ ഡെഫ്രീസ്, ഇബ്രാഹിമെ കൊനാറ്റെ എന്നിവർക്കൊപ്പം ഡീൻ ഹുയ്സനും അൽവാരോ കരേരസും അണിനിരന്നു. മധ്യനിരയിൽ ക്യാപ്റ്റൻ ഫെഡറിക്കോ വാൽവേഡയും പുതുതായി ടീമിലെത്തിയ ബെർണാഡോ സിൽവയും കളി നിയന്ത്രിച്ചു. അവർക്ക് മുന്നിൽ പ്ലേ മേക്കിംഗ് റോളിൽ അർദാ ഗുള്ളറും ജൂഡ് ബെല്ലിംഗാമും. അറ്റാക്കിംഗ് നയിച്ചത് വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബാപ്പയും. മത്സരം തുടങ്ങി വെറും 9-ാം മിനിറ്റിൽ തന്നെ റയലിന് സന്തോഷമെത്തി. അർദാ ഗുള്ളറുടെ മാജിക്കൽ ഫ്രീ കിക്ക് ഡെലിവറി, കൃത്യസമയത്ത് ബോക്സിനുള്ളിൽ ഉയർന്നു ചാടി ജൂഡ് ബെല്ലിംഗാമിൻ്റെ തകർപ്പൻ ഹെഡർ. എസ്പാനിയോൾ ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പന്ത് വലയെ ചുംബിച്ചു. റയൽ കുപ്പായത്തിൽ ബെല്ലിംഗാം നേടുന്ന 8ാമത്തെ ഹെഡർ ഗോൾ. പക്ഷേ ആ ഗോളിൽ എസ്പാനിയോൾ ഭയന്നില്ല. അവർ മത്സരം ഒരു തെരുവ് യുദ്ധമാക്കി മാറ്റി. 19 കടുത്ത ഫൗളുകൾ. വിനീഷ്യസ് ജൂനിയറിനെ കളിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കാൻ അവർ കൃത്യമായി ആസൂത്രണം ചെയ്തൊരു തന്ത്രമുണ്ടായിരുന്നു. ആദ്യം ഞാൻ ചവിട്ടു, പിന്നെ നീ ചവിട്ടുക. ഒരുത്തന് മഞ്ഞക്കാട് കിട്ടിയാൽ അടുത്തവൻ വന്ന് വീണ്ടും അതേ പണി ചെയ്യണമെന്നർത്ഥം. നിരന്തര ഫൗളുകളിൽ കുരുങ്ങിയ വിനീഷ്യസ് റഫറിയോട് തർക്കിക്കുന്നതും കാണാമായിരുന്നു. ഡിഫൻസീവ് കരുത്തിനായി ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെ ബെഞ്ചിലിരുത്തിയിറക്കിയ ഡെൻസൽ ഡെഫ്രീസ് വിങ്ങിൽ നിഷ്പ്രഭനാകുന്നതാണ് കണ്ടത്. 30-ാം മിനിറ്റിൽ ഡീൻ ഹുയ്സന്റെ നെറ്റിയിലെ ചോര തുടക്കാനായി കളിയൊന്ന് നിർത്തി. കളി പുനരാരംഭിച്ച ഉടൻ തന്നെ എസ്പാനിയോൾ തിരിച്ചടിച്ചു. ഫെഡറിക്കോ വാൽവേഡയെ വെറും നോക്കുകുത്തിയാക്കി ബോക്സിലേക്ക് ഓടിക്കേറിയ അലക്സ് കലാട്രോ പന്ത് വലയിലേക്കിട്ടു. സ്കോർ 1-1. അതോടെ കഴിഞ്ഞ 2 സീസണുകളായി റയലിനെ വേട്ടയാടുന്ന അതേ ലോ ബ്ലോക്ക് എന്ന ഭീകര സ്വപ്നം വീണ്ടും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മധ്യനിരയിൽ ബെർണാഡോ സിൽവയും വാൽവേഡയും പന്തൊരു വശത്തു നിന്ന് മറുവശത്തേക്ക് തട്ടിക്കളിച്ചതല്ലാതെ ഒരു ഡിഫൻസീവ് ലൈൻ ഭേദിക്കുന്ന പാസും നൽകാൻ അവർക്കായില്ല. 63% ബോൾ പൊസിഷനും 2.9 XG റേറ്റിംഗും ഉണ്ടായിട്ടും റയലിന് ഒരു ഗോൾ പോലും കുറിക്കാനായിട്ടില്ല. മുന്നേറ്റത്തിലാകട്ടെ വിനീഷ്യസ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റോ അല്ലെങ്കിൽ ഒരു ചാൻസോ ഉണ്ടാക്കാനാകാതെ അലഞ്ഞു നടന്നു. ലോകകപ്പിലെ തീപ്പരി പെർഫോമൻസിന് ശേഷം സ്പെയിനിലേക്ക് എത്തിയ കിലിയൻ എംബാപ്പെ മറക്കാൻ ആഗ്രഹിക്കുന്ന രാത്രിയായിരുന്നു ഇത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കാലിയായ പോസ്റ്റിന് വെറും 2 വാര അകലിൽ നിന്ന് ലഭിച്ച ഹെഡർ പുറത്തേക്കടിച്ചത് എംബാപ്പയുടെ ഉറക്കം കളഞ്ഞിരിക്കും. അതിനിടയ്ക്ക് വാൽവേഡയുടെ ലോങ് റേഞ്ച് ബുള്ളറ്റ് ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നതും കണ്ടു. മിനിറ്റുകൾ അതിവേഗം കടന്നുപോയി. ഈ കളിയിൽ ഒരു സമനില വാങ്ങുക എന്നത് തോൽവിയായി തന്നെയാണ് മൗറീഞ്ഞോ കരുതിയത്. രണ്ടാം പകുതിയിൽ അയാൾ തൻ്റെ പക്കലുള്ള എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തു. യാൻ ഡിയോമാൻ്റെ, കുക്കുറയ, കമവിംഗ, ട്രെന്റ് അലക്സാണ്ടർ എന്നിങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനുകളിൽ നീണ്ടുപോയി. ഒടുവിൽ 80-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിന് പകരമായാണ് കഥാനായകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്, കാർലോസ് എസ്പി. ഫുൾഹാമിലേക്ക് പോയ ഗോൺസാലോ ഗാർസിക്ക് പകരമായി വെറും $27 മില്യൺ ലെവാൻഡയിൽ നിന്നെത്തിച്ച 21-കാരൻ. മത്സരത്തിൻ്റെ 90-ാം മിനിറ്റ് ഡിയോമാൻ്റെ ബോക്സിനുള്ളിലേക്ക് നൽകിയ പാസ് സ്വീകരിക്കാൻ എംബാപ്പയെ കുതിക്കുകയാണ്. എസ്പാനിയൽ പ്രതിരോധവും കീപ്പർ ദിമിത്രോവിച്ചും എംബാപ്പയെ വളയുന്നു. പിന്നാലെ പന്ത് തെറിച്ചു വീണു. ഒരു പരുന്തിനെ പോലെ എസ്പി ആ ലൂസ് ബോളിലേക്ക് കുതിച്ചെത്തി. ഗോൾ കീപ്പറുടെ അബദ്ധം മുതലെടുത്ത് പന്ത് അനായാസം വലയിലേക്ക് തൊടുത്തു. റയൽ ജയമുറപ്പിച്ച നിമിഷം. അരങ്ങേറ്റ മത്സരത്തിനിറങ്ങി വെറും 10 മിനിറ്റുള്ളിൽ തന്നെ വിജയ ഗോൾ. മാഡ്രിഡ് ബെഞ്ച് ഒന്നാകെ ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങി. പക്ഷേ മൗറീഞ്ഞോ മാത്രം അത് അധികം ആഘോഷിച്ചില്ല. ശാന്തമായി മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ക്യാപ്റ്റൻ വാൽവേഡയെ അരികിലേക്ക് വിളിച്ച് മൗറീഞ്ഞോ എന്തോ മന്ത്രിക്കുന്നത് കാണാമായിരുന്നു. ഈ ത്രില്ലർ പോരാട്ടത്തിൽ റയലിന് ചില വലിയ പോസിറ്റീവുകളുമുണ്ട്. ഇബ്രാഹിമെ കൊനാറ്റെ ഡിഫൻസിലൊരു വൻമതിലായി നിന്നു. കളിയിൽ ഏറ്റവും കൂടുതൽ തവണ പന്ത് തൊട്ട താരം കൊനാറ്റിയായിരുന്നു. 89 ടച്ചുകൾ, 9 ഡിഫൻസീവ് ആക്ഷനുകൾ, 97% പാസിംഗ് കൃത്യത. ഒപ്പം അർദാ ഗുള്ളറും തൻ്റെ റോൾ ഗംഭീരമാക്കി. എന്നാൽ പൊസിഷൻ മാറിയുള്ള കളിയിൽ വാൽവേഡയ്ക്കും ബെർണാഡോ സിൽവയ്ക്കും കംപ്ലീറ്റ് താളം നഷ്ടപ്പെട്ടു. ഡംഫ്രീസിൻ്റെ ഡിഫൻസീവ് വീഴ്ചകളും ഒരു മുന്നറിയിപ്പാണ്. ജോസെ മൗറീഞ്ഞോ മത്സരശേഷം പറഞ്ഞതിങ്ങനെ: ഞങ്ങൾ ജയം അർഹിച്ചിരുന്നു, പക്ഷേ എസ്പാനിയോൾ തോൽവി അർഹിച്ചിരുന്നില്ല. 18 വർഷമായി ആദ്യ മത്സരത്തിൽ തോറ്റിട്ടില്ലെന്ന റെക്കോർഡ് ഇക്കുറിയും റയൽ കാത്തു സൂക്ഷിച്ചു. റയൽ ഫാൻസിനോടാണ് ചോദ്യം: ആദ്യ മത്സരം തീരുമ്പോൾ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ?